മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആൻമരിയ പബ്ലിഷേഴ്സിന്റെ പരിശുദ്ധ കുർബാനയെ അറിയാം അനുഭവിക്കാം എന്ന യൂട്യൂബ് പഠന പരമ്പരയുടെ 15ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. പരിശുദ്ധ കുർബാനയുടെ ആദ്യത്തെ 7 ശുശ്രൂഷകളാണ് നാം ഇതുവരെ കണ്ടത്. 8ാമത്തെ ശുശ്രൂഷയായ സമാപന ശുശ്രൂഷയിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. സമാപന ശുശ്രൂഷയിൽ പ്രധാനമായും കൃതജ്ഞതാ പ്രാർത്ഥനകൾ, സമാപന ആശീർവാദം, വിടവാങ്ങൽ പ്രാർത്ഥന എന്നിവയാണ്. കൃതജ്ഞതാ പ്രാർത്ഥനകൾ പരിശുദ്ധ കുർബാനയിലൂടെ സ്വർഗത്തിന്റെ മുൻ ആസ്വാദനം ലഭിച്ച ആരാധനാ സമൂഹം യുഗാന്ത്യത്തിലും സ്വർഗീയ ജീവിതത്തിലും പ്രത്യാശയർപ്പിച്ചുകൊണ്ട് കൃതജ്ഞതാ പ്രാർത്ഥനകളിലൂടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സാധാരണ ദിവസങ്ങൾക്കും ഞായറാഴ്ചകൾക്കും തിരുനാളുകൾക്കും കാലങ്ങൾക്കനുസരിച്ചും പ്രത്യേക സമാപന പ്രാർത്ഥനകൾ കുർബാന പുസ്തകത്തിൽ നൽകിയിട്ടുണ്ട്. വിശ്വാസപൂർവം തങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ കടങ്ങളുടെ പൊറുതിക്ക് കാരണമാകുമെന്നും കർത്താവിൻ്റെ മഹത്വപൂർണമായ ആഗമനത്തിൽ മനോവിശ്വാസത്തോടെ അവിടുത്തെ എതിരേൽക്കുവാനും സ്വർഗീയ ഗണങ്ങളോടുകൂടെ സ്തുതിക്കാനും യോഗ്യരാക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. കൃതജ്ഞതാ പ്രാർത്ഥനകൾക്ക് ശേഷം കാനോനയോട് കൂടിയ കർത്തൃപ്രാർത്ഥനയുണ്ട്. പൗരസ്ത്യ സുറിയാനി ആരാധനാ പാരമ്പര്യത്തിൽ എല്ലാ ദൈവ ആരാധനാ ശുശ്രൂഷകളും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും കർത്താവ് പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ്. ഈശോയോട് ഒന്നായി തീർന്ന ആരാധനാ സമൂഹം സ്വർഗീയ പിതാവിനെ ആനന്ദവായ്പോടെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. സമാപന ആശീർവാദം ഇതിന് ഹൂത്താമ എന്നാണ് പറയുന്നത്. മുദ്രവയ്ക്കൽ പ്രാർത്ഥന എന്നും പറയുന്നു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളിയ മിശിഹാ തമ്പുരാൻ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. അവിടെ ഇരുന്നു കൊണ്ട് മിശിഹാ തമ്പുരാൻ ദൈവജനത്തെ ആശീർവദിക്കുന്നു. ഈ ആശീർവാദം ആത്മനാ ദർശിച്ചുകൊണ്ട് ശിരസ് നമിച്ച് കൈകൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഈശോ സ്വർഗാരോഹണത്തിന് മുൻപ് തൻ്റെ ശിഷ്യ സമൂഹത്തെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ദിവ്യബലിയിൽ പങ്കുചേർന്ന ഓരോരുത്തരെയും ഈശോ ആശീർവദിച്ചയക്കുന്നതും ഈ ദൗത്യം തുടരാനാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ദൈവവചനത്തിന് സാക്ഷികളാകുവാനുള്ള ആശീർവാദമാണ് ഈശോ ഇതുവഴി നൽകുന്നത്. അടുത്തത് വിടവാങ്ങൽ പ്രാർത്ഥന. കർത്താവിൻ്റെ കബറിടവും നമ്മുടെ വിശുദ്ധീകരണത്തിന്റെ വേദിയുമായ ബലിപീഠം ചുംബിച്ചുകൊണ്ട് അതിനോട് വിട പറയുന്ന പ്രാർത്ഥന കാർമികൻ ചൊല്ലുന്നു. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സിംഹാസനവും മിശിഹായുടെ കബറിടവും ജീവന്റെ മേശയുമായ ബലിപീഠത്തെ സമീപിക്കുവാനും കരങ്ങൾ കൊണ്ട് സ്പർശിക്കുവാനും അതിന്മേൽ ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാനും ഭാഗ്യം ലഭിച്ചതിനെ ഓർത്ത് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, താൻ ഏറ്റവും അടുത്ത് ശുശ്രൂഷ ചെയ്യുന്ന, തൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമായി നിൽക്കുന്ന ഈ പരിശുദ്ധ ബലിപീഠത്തെ അഗാധമായി ചുംബിച്ചുകൊണ്ട് വലിയ പ്രണയത്തോടെ, വലിയ സ്നേഹത്തോടു കൂടി പുരോഹിതൻ യാത്ര പറയുകയാണ്. മദ്ബഹയുടെ മധ്യത്തിൽ വന്ന് താഴ്ന്ന സ്വരത്തിൽ ഈ പ്രാർത്ഥന ചൊല്ലിയതിനു ശേഷമാണ് ബലിപീഠം ചുംബിക്കുന്നത്. പ്രാർത്ഥന ഇപ്രകാരമാണ്: വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി, ഞങ്ങളുടെ കർത്താവിൻ്റെ കബറിടമേ സ്വസ്തി. നിന്നിൽ നിന്ന് ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. തുടർന്ന് പ്രദക്ഷിണമായി കാർമികനും മദ്ബഹ ശുശ്രൂഷകരും സങ്കീർത്തിയിലേക്ക് മടങ്ങുന്നു. അതിനുശേഷം ആലപിക്കപ്പെടുന്ന ഗീതം പൂർത്തിയായതിനു ശേഷം സാധിക്കുമെങ്കിൽ ഒരു എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന ചൊല്ലിയതിനു ശേഷം ദേവാലയത്തിൽ നിന്നും പോവുക. അൾത്താരയിലെ ബലി അവിടെ അവസാനിക്കുന്നില്ല. അനുദിന ജീവിതത്തിലൂടെ അത് തുടരണം. പരിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് അവിടുത്തെ ശരീര രക്തങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്ത് അവിടുന്നുമായി ഐക്യപ്പെട്ട നാം പരിശുദ്ധ കുർബാനയുടെ ചൈതന്യമനുസരിച്ച് നമ്മുടെ ജീവിത രംഗങ്ങളിൽ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും ശുശ്രൂഷകരായി ദൈവം നമ്മെ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ ആത്മാർത്ഥതയോടെ നിർവഹിച്ചുകൊണ്ട് നമ്മെ തന്നെ ബലിയർപ്പിക്കാം. അപ്പോൾ നമ്മുടെ ജീവിതം ധന്യമാകും, രക്ഷാകരമാകും, നിത്യജീവിതത്തിന് അവകാശിയാകും. ദൈവത്തിന് സ്തുതി. 15ാം എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. 4 മുതൽ 15 വരെയുള്ള എപ്പിസോഡുകൾ കുർബാനയിൽ ആമുഖ ശുശ്രൂഷ മുതൽ സമാപന ശുശ്രൂഷ വരെയുള്ള ഭാഗങ്ങളായിരുന്നു. 16ാം എപ്പിസോഡ് സീറോ മലബാർ സഭയുടെ ആരാധനാക്രമത്തിൻ്റെ ചരിത്രവും 17 മുതൽ 20 വരെയുള്ള എപ്പിസോഡുകൾ സീറോ മലബാർ സഭയുടെ കുർബാനയിലെ അടയാളങ്ങളും പ്രതീകങ്ങളും എന്നീ വിഷയങ്ങളും അവതരിപ്പിക്കുന്നു. 16ാം എപ്പിസോഡ് അടുത്ത ദിവസം കാണാം. ആമേൻ.